സോ വി ആർ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 19. 19ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പരിശോധിക്കാം. Let f from R to R be a function defined as fx is equal to x divided by 1 plus x raised to 4 all raised to 1 by 4. ഇതൊരു സ്റ്റാൻഡേർഡ് ടൈപ്പ് ഫംഗ്ഷൻ ആണ്. f of x is equal to x divided by 1 plus x raised to n all raised to 1 by n. ഇയാളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ f dot അങ്ങനെ n ടൈംസ് ഇതേ ഫംഗ്ഷനെ തന്നെ സെൽഫ് കോമ്പോസിഷൻ നടത്തിയാൽ ഇത് x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എൻ എക്സ് റൈസ് ടു എൻ ഓൾ റൈസ് ടു 1 ബൈ n ആവും. അതായത് ഇതേ ഫംഗ്ഷൻ തന്നെ ഇവിടെ ഈ എക്സ് റൈസ് ടു എൻ ഉണ്ടായിരുന്ന സ്ഥാനത്ത് എൻ എക്സ് റൈസ് ടു എൻ വരും. പക്ഷേ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്സിന് ഈ എന്നിന് പകരം 4 ആണ്. എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു എന്നിൻ്റെ അവിടെ എക്സ് റൈസ് ടു 4 ഓൾ റൈസ് ടു 1 ബൈ എന്നിൻ്റെ അവിടെ 1 ബൈ 4 അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. n ടൈംസ് കോമ്പോസിഷൻ എടുക്കുന്നതിന് പകരം 4 തവണയാണ് കോമ്പോസിഷൻ എടുക്കാൻ പറയുന്നത്. ഈ ഒരു റിസൾട്ട് ഈ ഒരു ഫംഗ്ഷൻ നേരത്തെ പരിചയമുള്ള ആളുകൾക്ക് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു എൻ ഓൾ റൈസ് ടു 1 ബൈ എന്നിൻ്റെ n ടൈം സെൽഫ് കോമ്പോസിഷൻ്റെ ഈ റിസൾട്ട് പരിചയമുള്ളവർക്ക് നേരിട്ട് ആൻസർ എഴുതി പെട്ടെന്ന് തന്നെ ജി ഓഫ് എക്സിലേക്ക് വരാം. അല്ലാത്ത ആളുകൾ 1-2 തവണ കോമ്പോസിഷൻ ചെയ്ത് നോക്കുക. എഫ് ഓഫ് എക്സ് ചെയ്യുക. അപ്പോൾ ഈ എക്സ് റൈസ് ടു എൻ അല്ലെങ്കിൽ എക്സ് റൈസ് ടു 4 മാറി 2x റൈസ് ടു 4 ആവുന്നത് കാണാം. ഒരു തവണയും കൂടി കോമ്പോസിഷൻ എടുത്താൽ അത് 3x റൈസ് ടു 4 ആവും. 4 തവണ എടുക്കുമ്പോഴേക്കും അത് 4x റൈസ് ടു 4 ആവും എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിവേ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടി. ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് 4x റൈസ് ടു 4 ഓൾ റൈസ് ടു 1 ബൈ 4 ആണ്. പക്ഷെ നമ്മളോട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞ ജി ഓഫ് എക്സിനെ അല്ല, എക്സ് സ്ക്വയർ ജി ഓഫ് എക്സിനാണ്. ഇവിടെ ഓൾറെഡി ഒരു എക്സ് ഉണ്ട്, അവിടെ ഒരു എക്സ് സ്ക്വയർ കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു എക്സ് ക്യൂബ് ആവും. ആ എക്സ് ക്യൂബ് നമുക്ക് വളരെ സന്തോഷം തരുന്ന റിസൾട്ടാണ്. കാര്യം ഇതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് ഡിനോമിനേറ്ററിലുള്ളത്. അതിൻ്റെ ഇന്നർ ഫംഗ്ഷനിൽ ഒരു എക്സ് റൈസ് ടു 4 കാണാം. എക്സ് റൈസ് ടു 4ന്റെ ഡെറിവേറ്റീവ് 4x ക്യൂബ് ആണ്. അതിൽ 4 കോൺസ്റ്റന്റ് ആണല്ലോ. 4x ക്യൂബ് ഇല്ലെങ്കിൽ ഒരു എക്സ് ക്യൂബ് കിട്ടിയാൽ മതി. 4 നമുക്ക് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. സോ 18 ടൈംസ് അങ്ങനെയായിരുന്നു ചോദ്യം. യെസ്, ഇവിടെ 18 ഓൾറെഡി ഉണ്ട്. ഇന്റഗ്രൽ 0 ടു റൂട്ട് ഓഫ് 2 റൂട്ട് 5 എക്സ് സ്ക്വയർ ജി ഓഫ് എക്സ് അഥവാ എക്സ് ക്യൂബ് ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് 4x റൈസ് ടു 4 ഓൾ റൈസ് ടു 1 ബൈ 4. നമ്മളിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. 1 പ്ലസ് 4x റൈസ് ടു 4 ഇസ് ഈക്വൽ ടു ടി എന്നോ ടി റൈസ് ടു 4 എന്നോ കൊടുക്കാം. ടി റൈസ് ടു 4 ആയിരിക്കും കുറച്ചും കൂടെ നല്ല സബ്സ്റ്റിറ്റ്യൂഷൻ. കാരണം ഇവിടെ ഒരു ഓൾ റൈസ് ടു 1 ബൈ 4 ഉണ്ട്. അപ്പോൾ ഓൾ റൈസ് ടു 1 ബൈ 4ഉം ഈ റൈസ് ടു 4ഉം റൈസ് ടു 1 ബൈ 4ഉം കൂടി ക്യാൻസലായി ടി കിട്ടുക എന്നതാണ് അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം. സോ 16x ക്യൂബ് ഡി എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4t ക്യൂബ് ഡി ടി എന്ന് വരും. ഈ 16 നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് എക്സ് ക്യൂബ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ടി ക്യൂബ് ഡി ടി ബൈ 4. ഇതിൽ 1 ബൈ 4 നമുക്ക് പുറത്ത് വെക്കാം. 18 ബൈ 4 9/2 ഇന്റഗ്രൽ 0 ടു ലിമിറ്റ് മാറ്റണം. 0 ആണോ എന്ന് ഉറപ്പില്ല. ആസ് എക്സ് ഈക്വൽ ടു 0 ദാറ്റ് ഇംപ്ലൈസ് ടി ഈസ് ഈക്വൽ ടു ഇവിടെ എക്സിന് 0 കൊടുത്ത് ടി റൈസ് ടു 4 1 ആവും. ടി 1 തന്നെ. ആസ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 റൂട്ട് 5 ദാറ്റ് ഇംപ്ലൈസ് ടി ഈസ് ഈക്വൽ ടു എത്ര വരും? 2 റൂട്ട് 5 സ്ക്വയർ ചെയ്താൽ റൂട്ട് ഓഫ് 2 റൂട്ട് 5 സ്ക്വയർ ചെയ്യുമ്പോൾ 2 റൂട്ട് 5 അതിന് ഒന്നുകൂടി സ്ക്വയർ ചെയ്യുമ്പോഴാണ് റൈസ് ടു 4 ആവുക. അപ്പോൾ എന്താവും? 4 × 5 20 20 × 4 80 80 പ്ലസ് 1 81 81ന്റെ 4th റൂട്ട് എടുക്കണം. 81 ടി റൈസ് ടു 4 ആണ്. അപ്പോൾ ടി 4th റൂട്ട് ഓഫ് 81 ദാറ്റ് ഇസ് 3. സോ ഇന്റഗ്രൽ 1 ടു 3 ഈ എക്സ് ക്യൂബ് ഡി എക്സിനെ നമുക്ക് ടി ക്യൂബ് ഡി ടി എന്ന് എഴുതാം. താഴെ ഇത് മൊത്തത്തിലാണ് 1 പ്ലസ് 4x റൈസ് ടു 4 ആണ്. ടി റൈസ് ടു 4 റൈസ് ടു 1 ബൈ 4 എടുക്കുമ്പോൾ ടി വരും. അതാണ് നമ്മളെ ഉദ്ദേശം, ഇങ്ങനെ വരണമെന്നുള്ളതായിരുന്നു. സോ ദിസ് ഇസ് 9/2. ഇവിടെ നിന്ന് ടി ക്യാൻസൽ ചെയ്യാം. ഇന്റഗ്രൽ 1 ടു 3 ടി സ്ക്വയർ ഡി ടി. ഇപ്പോൾ നോക്കിയേ എത്ര ചെറുതായി ക്വസ്റ്റ്യൻ. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഇന്റഗ്രൽ ടി സ്ക്വയർ ഡി ടി എന്ന് പറയുന്നത് ടി ക്യൂബ് ബൈ 3 ആണ്. കൊടുത്താൽ മതി, കഴിഞ്ഞു. സോ 9/2 ഇന്റഗ്രൽ ടി സ്ക്വയർ ഡി ടി ഈസ് ടി ക്യൂബ് ബൈ 3 ടു ദ ലിമിറ്റ് 1 ടു 3. 3 നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം. സോ 9ഉം 3ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 3/2 ഇൻറ്റു ഇവിടെ അപ്പർ ലിമിറ്റ് 27 ലോവർ ലിമിറ്റ് 1. സോ 3/2 ഇൻറ്റു 27 മൈനസ് 1 ഇസ് 26. 2 ക്യാൻസൽ ചെയ്താൽ 13 വരും. ആൻഡ് 3 ഇൻറ്റു 13 ഈസ് 39 39. ദാറ്റ് ഈസ് ദി ആൻസർ ഒബ്റ്റൈൻഡ്. 39 നമുക്ക് ഓപ്ഷനിലും ചെക്ക് ചെയ്യാം. ഓപ്ഷൻ 4ൽ നമുക്ക് 39 എന്ന് കാണാം. ക്വസ്റ്റ്യൻ വളരെ ട്രിക്കിയാണ്. ഫംഗ്ഷന്റെ കോമ്പോസിഷനും ഇന്റഗ്രേഷനും കൂടെയാണ് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ആവുന്ന രീതിയിൽ ഇവർ മിക്സ് ചെയ്തെടുത്ത്. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക.